പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഡിസംബർ മാസത്തിൻ്റെ 4-ാം തീയതിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. ആ പുത്രനായ ഈശോയുടെ തിരുവരവിന് വേണ്ടി ഒരുങ്ങുന്ന ഞങ്ങളെ, കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഈ സമയം അങ്ങയുടെ സ്നേഹത്താൽ നിറയ്ക്കണമേ. അങ്ങയുടെ വചനത്തിൽ ആഴപ്പെടാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ദൈവത്തോടും സഹോദരങ്ങളുടെ ബന്ധത്തിൽ ഞങ്ങളെ ആഴപ്പെടുത്തണമേ. കുറവുകളെ പരിഹരിക്കണമേ. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയിലെ സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, ഡിസംബർ മാസത്തിന്റെ ഈ 4-ാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ദൈവം പാപത്തിൽ വീണുപോയ മനുഷ്യനെ, ആദ്യ മാതാപിതാക്കളെ ആദത്തെയും ഹവ്വായെയും ഉപേക്ഷിക്കുകയല്ല ചെയ്തത്. അവർക്ക് ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്: ഞാൻ നിങ്ങളെ രക്ഷിക്കും. തൻ്റെ പുത്രനെ അയച്ചുകൊണ്ട് രക്ഷിക്കാനായിട്ടാണ് ദൈവം തീരുമാനിച്ചത്. ആ ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്നുണ്ട്. വിശ്വാസത്തിന്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 12-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ദൈവം അബ്രാഹത്തെ വിളിച്ചിട്ട് പറയുകയാണ്: നീ നിന്റെ ഭവനത്തെ, നിന്റെ ദേശത്തെ വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോവുക. അബ്രാഹാം 75 വയസ്സ് പൂർത്തിയായ ഒരു മനുഷ്യൻ, വൃദ്ധനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കുമ്പോൾ ദൈവം വിളിക്കുന്നത്. ദൈവം അബ്രാഹത്ത് പറയുന്നുണ്ട്, നീ എങ്ങോട്ടാ പോകേണ്ടതെന്ന് പറയണില്ല, ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോകണം. എവിടെ എത്തിച്ചേരുമെന്ന് യാതൊരു വ്യക്തതയും ഇല്ലാത്ത ഒരു പോക്ക്. അതുപോലെ തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ദൈവത്തിന്റെ വിളിയുടെ പ്രത്യേകതയാണ്, പ്രിയമുള്ളവരെ, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും സുരക്ഷിതത്വമില്ലായ്മയിലേക്ക് നമ്മൾ കടക്കണം. അത് ദൈവത്തിൽ തന്നെ പൂർണ്ണമായിട്ട് ആശ്രയിക്കണം. ഇപ്പൊ എന്റെ രക്ഷ എന്ന് പറയുന്നത് നമുക്ക് എല്ലാം വ്യക്തമായിട്ടല്ല. നമ്മൾ തമ്പുരാൻ കാണിച്ചു തരുന്ന വഴിയിലൂടെ നടക്കുമ്പോൾ ദൈവം അദൃശ്യമായ അവിടുത്തെ സാന്നിധ്യത്തില്, അവിടുത്തെ പ്രവൃത്തിയിലൂടെ നമ്മെ അവിടുന്ന് രക്ഷയിലേക്ക് നയിക്കും. അബ്രാഹാം വളരെയേറെ സെറ്റിലായ ഒരു അവസ്ഥയാണ്. കുടുംബത്തോടൊപ്പം മനോഹരമായ പ്രദേശത്ത് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കന്നുകാലി മേഖലകളിൽ ജീവിക്കുന്ന നേരത്താണ് ദൈവം അബ്രാഹത്തെ വിളിച്ചിട്ട് പറയണത്: ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോവുക. ദൈവം അബ്രാഹത്തോട് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നീ തന്നെ ഒരു അനുഗ്രഹമായിട്ട് മാറും. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ക്രിസ്മസ് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്, ഒരു വചനമാണിത്. പ്രത്യേകിച്ചും ഉൽപ്പത്തി പുസ്തകത്തിന്റെ 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന വചനം: ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വളരെ വലിയൊരു ജനതയാക്കി മാറ്റും, നീ ഒരു അനുഗ്രഹമായിട്ട് മാറും. ഈ ക്രിസ്മസ് നമുക്ക് സന്തോഷകരമായിട്ട് മാറുന്നത് ഈ ഒരു അനുഗ്രഹമായിട്ട് എൻ്റെ ജീവിതം മാറുമ്പോഴാണ്. എന്ന് പ്രിയമുള്ളവരെ, ആ ഏദെൻ തോട്ടത്തിൽ നമുക്ക് സംഭവിച്ച ആദിമാതാപിതാക്കന്മാർക്ക് സംഭവിച്ച വീഴ്ച, ദൈവത്തിന്റെ വചനത്തെ ധിക്കരിച്ചപ്പോൾ അവര് അനുഗ്രഹമാകേണ്ടിടത്ത് അവര് വലിയൊരു ശാപമായിട്ട് മാറുകയാണ്. അവരുടെ മേൽ തിന്മയുടെ ആധിപത്യം കടന്നുകൂടുകയാണ്. അവിടെ എല്ലാം അവസാനിക്കുന്നു. എന്ന ദൈവം പറയാണ്: ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, നീ എൻ്റെ വാക്ക് കേൾക്കുമ്പോൾ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കി മാറ്റും, നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരും, അങ്ങനെ നീ തന്നെ ഒരു അനുഗ്രഹമായിട്ട് മാറും. പ്രിയമുള്ളവരെ, ഈ ഡിസംബർ 4-ാം തീയതി ഇതായിരിക്കട്ടെ നമ്മുടെ ചിന്ത: ദൈവം എന്നെ അനുഗ്രഹിക്കാൻ തക്ക രീതിയിൽ എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമപ്പെടുത്തിയിട്ടുണ്ടോ? അവിടുത്തെ വാക്കുകൾക്ക് ഞാൻ ചെവി കൊടുത്തിട്ടുണ്ടോ? സംശയങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പലപ്പോഴും കടന്നു പോകുമ്പോൾ ഇനി അങ്ങോട്ട് ഇനി എന്താണ് സംഭവിക്കുന്നത്, ഇതിൻ്റെയൊക്കെ അവസാനം എന്താണെന്നൊക്കെ നമ്മൾ ചില പക്ഷേ ആലോചിക്കും. വിശ്വാസം എന്ന് പറയുന്നത് ഇരുട്ടിലേക്കുള്ള എടുത്തിയാട്ടമാണ്. പക്ഷെ ദൈവം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. എന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്, നിന്നെ വലിയൊരു ജനതയാക്കുന്ന ദൈവമാണ്. അങ്ങനെ നീ തന്നെ നിന്റെ ജനതയ്ക്ക്, നിന്റെ കുടുംബത്തിന്, നീ ജീവിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ നീ ഒരു അനുഗ്രഹമായിട്ട് മാറും. ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന ദിനങ്ങളിൽ നമുക്കിതേക്കുറിച്ച് ആഴമായിട്ട് ചിന്തിക്കാം. ഞാൻ ഒരു അനുഗ്രഹമാണോ? ഞാൻ ദൈവത്തിന്റെ അനുഗ്രഹം സ്വന്തമാക്കുന്നുണ്ടോ? ഞാൻ പോകുന്നിടത്തൊക്കെ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടോ എന്നുള്ള അക്കാര്യം നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശോധിക്കാം. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങേ പുത്രനായി ഈശോയെ നൽകിക്കൊണ്ട് അങ്ങേ ഞങ്ങളെ രക്ഷിക്കാനായിട്ട് തിരുമനസ്സായല്ലോ.
അങ്ങയുടെ വലിയ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ വചനം ധിക്കരിച്ചപ്പോഴാണ് ആദ്യ മാതാപിതാക്കന്മാര് പറുദീസായുടെ സന്തോഷത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. എന്നാൽ അങ്ങയുടെ വചനം കേട്ട് അങ്ങ് കാണിച്ചിരുന്ന വഴിയിലൂടെ നടന്ന് കർത്താവെ, ഞങ്ങൾ വാഗ്ദാനത്തിന്റെ രക്ഷ സ്വന്തമാക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും പ്രത്യാശിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളിൽ അങ്ങിൽ ആശ്രയിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.